നമസ്കാരം ചേട്ടാ. താങ്കൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ BJP മേയറാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസും LDFും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം. അവിടെ ഈ ഒരു മാൻഡേറ്റിനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യണത്? അത് കാലഘട്ടം മാറിയതനുസരിച്ചുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ് പ്രതിഫലിച്ചത്. ഒന്ന് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത വളരെ സജീവമായി ചർച്ച ചെയ്ത വർഷങ്ങളായിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷത്ത് ഞങ്ങൾ ഉണ്ടായിരുന്ന 10 വർഷം. അത് 2020 മുതൽ 25 വരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ജനജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചായിരുന്നു ഞങ്ങൾ. അതോടൊപ്പം തന്നെ അതിൽ 45 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന LDF, CPM നേതൃത്വത്തിലുള്ള LDF ജനങ്ങളോട് കാണിച്ചിട്ടുള്ള നീതി എത്രത്തോളമുണ്ട്. ആ റിസർച്ച് ഞങ്ങൾ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, വലിയ അഴിമതി എന്നുള്ള വാക്കല്ല, തീവെട്ടിക്കൊള്ളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ലഭ്യമായ രേഖകളൊക്കെ വെച്ചുകൊണ്ട്, ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വളരെ സജീവമായി 5 വർഷം, ഞാൻ അടിവരായിട്ട് പറയുന്നു, 1-2 ദിവസമല്ല, 5 വർഷം ഞങ്ങൾ സജീവമായി ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൗൺസിലർമാരൊക്കെ, ഞങ്ങൾക്ക് 35 പേരുണ്ടായിരുന്നു. ഈ 35 പേരും ജനങ്ങളോടൊപ്പം ജീവിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഏതു തരത്തിലാണോ പൊതുപ്രവർത്തനവും ഭരണവും നടത്തിയത്, അത്രത്തോളം കഠിനാധ്വാനം ഞങ്ങൾ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ച മുദ്രാവാക്യം സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു അവസരം തന്നു. അതുതന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലോക്കൽ ഗവർണേഴ്സിന്റെ ഒരു വോട്ട് കൊണ്ട്, ലോക്കൽ ഗവർണൻസ് എന്ന വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വോട്ട് കൊണ്ടൊരു വിജയമാണോ ഇതെന്നാണോ, അതോ ശരിക്കും ജനങ്ങളുടെ ഒരു സെന്റിമെന്റ്സ് മാറുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതായത് വോട്ട് പല രീതിയിലാണല്ലോ. ഇപ്പം 100 പേര് നമ്മൾ വോട്ടേഴ്സിനെ ഒരു സാമ്പിളായിട്ട് എടുത്താൽ, ചിലർ ഭരിക്കുന്നവരോടുള്ള എതിർപ്പായിരിക്കും, ചിലർക്ക് ഞങ്ങളുടുത്തെ സമരങ്ങളോടുള്ള ഒരു പ്രതിപത്തിയായിരിക്കാം, ചിലർക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ മികവായിരിക്കാം. ഒരു പരിധിവരെ എല്ലാ പാർട്ടിയോടും പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം എല്ലാ സ്ഥലങ്ങളിലുണ്ട്, ഏറെയും കുറഞ്ഞുണ്ടാവും. ആ വോട്ട് മാറുകയില്ല. അപ്പോൾ അങ്ങനെ ചിലർ സാഹചര്യം അന്ന് രാവിലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം വെച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇന്ന കാര്യം കൊണ്ടാ മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയതെന്ന് ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് അതത്ര ശരിയായിരിക്കണമെന്നില്ല. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. എല്ലാം കൂടി കൂടിയപ്പോഴേക്കും ജനങ്ങളൊരു മാറ്റത്തിന് അനുകൂലമായി നിന്നു. ശരിക്കും താങ്കളുടെ ഇനാഗുറൽ സ്പീച്ച് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് ഒരു ടോപ്പ് 2 നമുക്ക് മെഷറബിൾ ഗോൾസ് എന്ന് പറയാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ നമ്മുടെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ സൈമൾട്ടേനിയസ്ലി ഇത് പരിഹരിക്കണം. ഇപ്പോൾ നമ്മുടെ പിൽഗ്രിം ടൂറിസം, അതുപോലെ തന്നെ ടൂറിസം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇപ്പം നമുക്കതിവിടെ ഉണ്ട്. പക്ഷേ മുൻപ് വന്നുകൊണ്ടിരുന്നത് പോലെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നില്ല. നമ്മൾ കോളത്തൊക്കെ പരിശോധിക്കുമ്പോൾ പല ഹോട്ടലിലും റൂംസ് ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം എന്താണ്? ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റേ ഡോഗ്സാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കണക്ടിവിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്, കോർപ്പറേഷൻ ഉത്തരവാദിത്തം. അത് നിർവഹിക്കുമ്പോഴേക്കും മറ്റുള്ള സാധ്യതകൾ കൂടുതൽ തുറന്നു വരും. പിന്നെ ഹോട്ടൽ ഉടമസ്ഥരുമായിട്ടൊക്കെ പല തവണ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് കോർപ്പറേഷൻ ഇടപെട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരുപാട് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വേഗത്തിലാക്കുക. ഒരു കാര്യം, ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോൾ അത് റൂൾസിൻ്റെ വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആസ് എർലി ആസ് പോസിബിൾ നിങ്ങൾ വയലേറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറയുക. അതിന് വച്ച് താമസിപ്പിച്ച് 6 മാസം 1 വർഷം താമസിപ്പിച്ച് അവരുടെ എനർജിയൊക്കെ കളഞ്ഞ് ഒരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ ഊർജ്ജവും നശിപ്പിച്ചതിന് ശേഷം നോ പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെങ്കിൽ റെക്ടിഫൈ ചെയ്ത് തന്നാൽ മാത്രമേ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ മനോഭാവം സൃഷ്ടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശുചിമുറികളുടെ കുറവാണ് തിരുവനന്തപുരം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ളത്. ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഞങ്ങൾ 200 ശുചിമുറികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വലിയ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്ത് കിട്ടിയത് മാത്രമല്ല, ഞങ്ങൾക്ക് കോർപ്പറേഷന് ശുചിമുറികൾ പണിതു തരാൻ വേണ്ടി നിരവധി ഘടകങ്ങൾ, നിരവധി സ്ഥാപനങ്ങൾ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഈ ഒരു മെഷർ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മോദിജി അധികാരത്തിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചൊരു സംഭവമാണ് സ്വച്ഛ് ഭാരത്.
അപ്പോൾ ഈ സ്വച്ഛ ഭാരതം നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് ഈ ക്ലെൻനെസ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തിനാണ് ഈ ഹൈജീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, തിന്നാൻ ആഹാരം എല്ലാം ഇരിക്കുന്ന സമയത്ത് ഇവരെന്തിനാണ് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് കുറേ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോയാലും സീറ്റിൽ കാല് വെച്ചിരിക്കരുതെന്ന് പറഞ്ഞാൽ ചവിട്ടുന്നവരും കാല് മേളിൽ കയറ്റി വെക്കുന്നവരും, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു തൊട്ടടുത്ത് ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിലും അതിൽ അങ്ങോട്ട് ഇടാത്ത ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ട്രെയിനിലായ പോലും നമ്മൾ ചിലപ്പോൾ ബാത്റൂമിൽ ഇട്ടുകൊണ്ട് പോയ ഷൂസ് ഇട്ടിട്ടായിരിക്കും ട്രെയിനിൻ്റെ സീറ്റിൽ ഇങ്ങനെ ചവിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് തുമ്മുമ്പോൾ പോലും വാ പൊത്തി തുമ്മാത്ത ആൾക്കാരുള്ള സ്ഥലം, കൊറോണ വരുമ്പോൾ മാത്രം മാസ്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് പരാതി കേൾക്കുന്നതും അതിന് കേരളത്തിലെ ആൾക്കാരെ കുറിച്ച് പരാതി കേൾക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സ്വച്ഛ ഭാരത് എന്നൊരു സംഭവം കൊണ്ടുവന്നു. അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെങ്കിൽ പോലും എത്രത്തോളം അത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഈ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം നമ്മൾ സീറോയിൽ നിന്ന് അങ്ങ് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ മുമ്പോട്ട് പോയി. ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമേ ഒരു വികസിത രാഷ്ട്രം എന്ന കൺസെപ്റ്റിലെത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ 2047 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വികസനം എത്തി നിൽക്കുന്ന രാഷ്ട്രമായി ഭാരതം മാറണമെന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും ലക്ഷ്യവും. ഗവൺമെൻറ്റും ഞങ്ങളുടെ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എല്ലാ മേഖലയിലും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മാറ്റങ്ങൾ വരുത്തുകയും കുറേ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രം നമ്മൾ അവിടെ എത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പൗരന്മാരുടെ ആരോഗ്യം നോക്കണം. അതാണ് യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി 2014 മുതൽ ഇന്ന് ഇൻ്റർനാഷണൽ ലെവൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ മറ്റൊന്നാണ് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം, PM ശ്രീ പദ്ധതി. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആരോഗ്യം നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ വീടുകളിലും പുകയടുപ്പുകൾ മാറ്റിയിട്ട് വിറകടുപ്പുകൾ മാറ്റിയിട്ട് സൗജന്യമായി പണമില്ലാത്തവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ടൈമിൻ്റെ വാല്യൂ, ആ വാല്യൂവിന്, ആ മൂല്യത്തിന് വളരെ വലിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് വേഗതയുള്ള ട്രെയിനുകൾ വരുന്നത്, കൂടുതൽ വിമാനത്താവളങ്ങൾ വരുന്നത്, യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ വന്നാൽ മാത്രം രാഷ്ട്രം വികസനത്തിൽ എത്തുകയില്ല. അതിന് കൃത്യമായിട്ട് ശുചിത്വമുള്ള പരിസരമുണ്ടാകണം, ശുചിത്വമുള്ള രാഷ്ട്രമുണ്ടാകണം. അപ്പോൾ കൃത്യമായിട്ട് പൗരബോധമുള്ള വ്യക്തി, ഞാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം കൂടി ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയുമ്പോഴേക്കും പരിഹാസമൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്, അതുണ്ടാകും. ഞങ്ങളിത് ഫേസ് ചെയ്ത് ശീലമുള്ളവരാണ്. ഇപ്പോൾ 2 സീറ്റുമായിട്ട് പാർലമെൻറ്റിൽ ചെന്നിരുന്നപ്പോഴേക്കും പരിഹസിക്കപ്പെട്ട നേതാക്കന്മാരെ കണ്ടു വളർന്നവരാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ. ഇപ്പം നരേന്ദ്രമോദി ഉൾപ്പെടെ വിശ്വസിക്കുന്ന ഈ ആശയം, ആ ആശയത്തിന് രൂപം നൽകിയവർ തന്നെ അന്ന് പരിഹാസം ഏറ്റുവാങ്ങിച്ച് ആ പരിഹാസത്തിൻ്റെ മുമ്പിൽ പുഞ്ചിരിയോടെ അതിനെ നേരിട്ട നേതാക്കന്മാരെ കണ്ടാണ് വളരുന്നത്. ഈ നരേന്ദ്രമോദിയൊക്കെ കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പരിഹാസമൊന്നും ഞങ്ങളെ തളർത്തില്ല. മറ്റൊന്ന്, ഈ താങ്കൾ ഇത് പറഞ്ഞ ഇത് സ്വച്ഛ ഭാരതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചില്ലേ, ആ പറഞ്ഞൊരു കോണ്ടക്സ്റ്റിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു സ്വപ്നം മുന്നോട്ട് വച്ചപ്പോൾ ഇന്ത്യയിൽ അന്ന് വരെയുള്ള സാമ്പത്തിക വിദഗ്ധൻ താനാണ് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവകാശപ്പെട്ടുകൊണ്ടിരുന്നല്ലോ, ബഹുമാനപ്പെട്ട ശ്രീ P. ചിദംബരം. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഇപ്പോഴും യൂട്യൂബിലുണ്ട്, വൈറലാണല്ലോ. അതിന് BJP ഒരു മറുപടിയും പറഞ്ഞില്ല. BJP പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായിട്ട് ഭാരതത്തെ മാറ്റിയെടുത്തു. അതിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖർജിയുടെയും ഉൾപ്പെടെയുള്ള വളരെ വലിയൊരു കഠിനാധ്വാനമുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ സ്വച്ഛ ഭാരതൊക്കെ ഇവിടെയൊക്കെ നടക്കുമോ, ടോയ്ലറ്റ് കൊടുക്കുന്നതാണോ പ്രധാനമന്ത്രിയുടെ ജോലി എന്നൊക്കെ ചോദിച്ചവരോടുള്ള ഞങ്ങളുടെ മറുപടി, ഇന്ന് രാജ്യം അക്കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മറുപടി. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സംഘം പെണ്ണുങ്ങൾ ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമാണ്. ഇവർ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മുദ്രാ ലോൺ എന്ന് പറഞ്ഞിട്ട് ഓരോ ബാങ്കിൽ കയറി ഇറങ്ങാറുണ്ട്. 2-3 വർഷത്തെ മുന്നത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ ഒരിക്കലും ലോൺ കിട്ടാറില്ല. എന്തെങ്കിലും ഒരു റീസണിൽ ഒരു പ്രോസസ്സിൻ്റെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് തട്ടിപ്പോവും. അപ്പം ഈ മുദ്രാ ലോൺ ഇത്രയും വലിയ രീതിയിൽ മോദിജി പോലത്തെ ആൾക്കാർ പറയുമ്പോൾ അത് കേരളത്തിൽ കിട്ടാനാണ് പ്രയാസം. അതേസമയം നമ്മുടെ ഫ്രണ്ട്സ് വേറെ സർക്കിളിലുള്ള ആൾക്കാർക്ക് അത് കിട്ടാൻ ഒരു പ്രയാസം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒത്തിരി നമ്മൾ പറയത്തില്ല തീവെട്ടിക്കൊള്ള നിന്നിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം ഡേഞ്ചറാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ. അപ്പോൾ അത് 1-2 ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? ഞാൻ രണ്ടായിട്ടാണല്ലോ, 2 ചോദ്യമല്ലേ. അതെയാണ്, ചിലപ്പോൾ തീവെട്ടിക്കൊള്ള ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അല്ല, മുദ്രാ ലോണിൻ്റെ ആദ്യം പറയാം. മുദ്രാ ലോണിൻ്റെ 2 തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്.
ഒന്ന് ഉദ്യോഗസ്ഥരുടെ മനോഭാവം. ആ മനോഭാവത്തിൽ വലിയ മാറ്റം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വികസിത രാഷ്ട്രമായി ഭാരതം മാറണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. ഒന്ന്. രണ്ട്, ഈ ലോൺ എടുക്കുന്ന ജനങ്ങളുടെ മനോഭാവത്തിലും ചെറിയ വ്യത്യാസം വരണം. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ജനങ്ങളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ബാങ്ക് ലോൺ തരുമ്പോഴേക്കും അവർ തയ്യാറാക്കേണ്ട രേഖകൾ അവർ തയ്യാറാക്കണം. അതിനുശേഷം ഈ ലോൺ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ പറയണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ മുദ്രാ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴേക്കും എനിക്ക് തരേണ്ട അർഹതപ്പെട്ട ലോൺ തന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ലോൺ റിജക്റ്റ് ചെയ്യുന്നു എന്ന് അവർ രേഖപ്പെടുത്തണം. ഇത് വാങ്ങിയിട്ട് ഫിനാൻസ് മിനിസ്ട്രിയിലേക്ക് നമ്മൾ കംപ്ലയിൻ്റ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അന്വേഷണം വരും. ദ ഓഫീസർ ഈസ് ആൻസറബിൾ, ഹി ഓർ ഷീ ഈസ് ലയബിൾ. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ അതിന് എലിജിബിൾ ആണ്, അതിൽ പറയുന്ന നോംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എന്തുകൊണ്ട് എൻ്റെ ലോൺ റിജക്റ്റ് ചെയ്തു എന്ന് എഴുതി വാങ്ങിയിട്ട് അത് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയുണ്ട്, ഫോറമുണ്ട്. അപ്പോൾ അതിൽ ചെയ്യണം. പിന്നെ നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പലരുടെയും, ഞാൻ എല്ലാവരുടെയും അല്ല, സമീപനം ഈ ലോണൊക്കെ മാനേജർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുന്നതാണ്. സത്യം പറയാം. ചെല്ലുമ്പോൾ തന്നെ പൈസ ഇല്ലാത്ത ആളാണല്ലോ ലോൺ എടുക്കാൻ ചെല്ലുന്നത്. ഇവർ കണ്ണാടിക്കൂട്ടിലിരുന്നിട്ട് AC റൂമിലൊക്കെ ഇരുന്നിട്ട് ഈ പൈസ ഇല്ലാതെ ലോൺ എടുക്കാൻ ചെല്ലുന്ന ആളിനോട് അവരിവിടെ ജീവിക്കാനേ യോഗ്യതയില്ല എന്നുള്ള തരത്തിൽ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ക്യാഷ് കയ്യിലുള്ളവരാണെന്നിരിക്കട്ടെ, ഇവർ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മാനേജർ ഡ്യൂട്ടിയാണ്, അതിന് എതിരൊന്നുമല്ല. പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരുപാട് കാശുള്ള ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറുന്നത് പോലെ തന്നെ ഗവൺമെൻറ് സ്കീംസ് അവെയിൽ ചെയ്യാൻ വരുന്ന അർഹരായ ആൾക്കാരോടും അതുപോലെ തന്നെ പെരുമാറണം. അപ്പോൾ അവരോടൊരു മാന്യമായ പരിഗണന കൊടുക്കണം. പിന്നെ ഈ മാനേജർമാർക്ക് ലോൺ എടുത്താൽ അടച്ചില്ലെങ്കിൽ ആശങ്ക അതൊക്കെ ഉണ്ടാവും. അതവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അത് അവർ കംപ്ലൈ ചെയ്ത് തന്നെ പോകണം, ആ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ജനങ്ങളുടെ സമീപനം അത് അവിടെ മാത്രമല്ല കേട്ടോ, ബാങ്കിൽ മാത്രമല്ല, ഏറെക്കുറെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ വരുന്ന ആളിനോട് കുറച്ച് അവരെ ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ എൻ്റെ ജോലിയുടെ പവർ പൂർണ്ണമാവുള്ളൂ എന്ന് ധരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ കൾച്ചറുണ്ട്. ആ കൾച്ചർ ഭരണാധികാരികൾ ഇടപെട്ട് ഞങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റിയെടുത്ത് അതിനെ ഉടച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. രണ്ടാമത് ഞാൻ കറപ്ഷൻ അല്ല, ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതലോ പറഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷത്ത് വന്ന് രേഖകൾ പരിശോധിച്ച് കൈവശം എല്ലാം ലഭിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൂടി ഇടപെടാനുണ്ട്. അതിവിടെ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങുകളാണ്. അതിപ്പോൾ ഇടപെട്ട് തുടങ്ങുമ്പോൾ നിങ്ങളൊക്കെ അറിയും. അതായത് 100 കണക്കിന് ബിൽഡിങ്ങുകളുണ്ട്. ഈ ബിൽഡിങ്ങുകൾ പലതും എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. പല ബിൽഡിങ്ങുകളുടെയും കാലഹരണപ്പെട്ട എഗ്രിമെൻറ്റുകളാണ്, ഡോക്യുമെൻറ്റുകളാണ്. സ്ഥാപനം എടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന പർപ്പസ് ആയിരിക്കില്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. സ്ഥാപനം എടുത്ത ആൾക്കാർ പലരും 2 or 3 തലമുറ മുമ്പ് മരണപ്പെട്ടു പോയി. ഇപ്പോൾ അവിടെ ആരാണ് നടത്തണമെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനൊരു സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ ഒരു ഓർഡറിലാക്കണം. അതിനുള്ളൊരു പരിശ്രമമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്.